കാട്ടാനകളുടെ ആക്രമണം മൂലം വീടും കൃഷിയും ഉപേക്ഷിച്ച് പലായനം ചെയ്യാനൊരുങ്ങുകയാണ് ഇടുക്കി പീരുമേട്ടിലെ നിരവധി കുടുംബങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചയായി ആനക്കൂട്ടങ്ങൾ പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ വീടുകളിലും മുൻപിൽ വരെ കാട്ടാനകൾ എത്തുന്നു. ഇടുക്കി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാനശല്യത്തിന് അറുതിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പീരുമേട് താന്നിപ്പള്ളിൽ മാത്യു, തങ്കച്ചൻ എന്നിവരുടെ കൃഷിയിടത്തിലും വീട്ടുമുറ്റത്തുമായി 5 ആനകളാണ് മണിക്കൂറുകളോളം നിലയുറപ്പിച്ചത്. ഇവരുടെ കൃഷികളും വ്യാപകമായി നശിപ്പിച്ചു. പീരുമേട് ടൗണിന് സമീപത്തായി തോട്ടാപുര, സിവിൽ സ്റ്റേഷൻ, ട്രഷറി, അതിഥി മന്ദിരം മേഖലകളിലാണ് കാട്ടാനകൾ കൂടുതലുള്ളത്. സർക്കാർ സ്കൂൾ, വിവിധ സ്ഥാപനങ്ങൾ, ക്വാർട്ടേഴ്സുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലയാണ് ഇവിടം. കഴിഞ്ഞ കുറച്ചുനാളുകളായി കാട്ടാനകൾ നിരന്തരം എത്തുന്നതോടെ വീടും കൃഷിയുമടക്കം ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഒരു നിവൃത്തിയില്ല, എന്തെങ്കിലും ചെയ്ത് ഒപ്പിച്ച് വരുമ്പോഴത്തേന് ആന കയറി നശിപ്പിക്കും. ഒരു വർഷം ഒരു 8-10 പ്രാവശ്യം കയറുക. എന്ത് വാഴ, എന്ത് ഏല നശിപ്പിക്കുന്നറിയാവോ? ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം, എങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിക്കണ്ടേ? ആകെ വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. എത്ര വർഷം, 6-7 വർഷമായി ആനശല്യം. 3 ദിവസം മുമ്പ് കയറി പോയതേ ഉള്ളൂ. ഇതിനാരോട് പറയാൻ? എങ്ങനെ ഇതിനൊരു പരിഹാരം എന്താ? കാട്ടുപോത്തുകളും ഇപ്പോൾ ജനവാസ മേഖലയിലെത്തുന്നു. ഇതോടൊപ്പം കടുവ, പുലി, കരടി അടക്കമുള്ളവയുടെ സാന്നിധ്യവും ഉണ്ടാകാറുണ്ട്. പലരും ഇവയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ജനവാസ മേഖലയും വനാതിർത്തിയും തമ്മിൽ വേർതിരിച്ച് കിടങ്ങുകൾ സ്ഥാപിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ. അമൃത ന്യൂസ്, ഇടുക്കി.